കൂശിന്റെ പുത്രനായ രമയുടെ പുത്രന്റെ പേര് ദെദാൻ എന്നായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 10:7, 1 ദിനവൃത്താന്തം 1-9 എന്നാൽ അബ്രഹാമിൻ്റെയും കെത്തൂറയുടെയും മകനായ യൊക്ശാന്റെ മകന്റെ പേരും ദേദാൻ എന്നായിരുന്നു. ഉൽപ്പത്തി 25:3, 1 ദിനവൃത്താന്തം 1:32. ഈ പറഞ്ഞ 2 പേരിൽ നിന്നും ഉത്ഭവിച്ച അറബി ജനതയ്ക്കും അവർ പാർത്ത ദേശത്തിനും ഈ പേര് ലഭിച്ചു. 2 ദദാന്മാരിൽ നിന്നും ഉത്ഭവിച്ച ദദാന്യരെ ഒറ്റ വർഗമായി പരിഗണിക്കുന്നവരുമുണ്ട്. കെത്തൂറയുടെ പുത്രനായ ദദാന്റെ സന്തതികളും കൂശ്യനായ ദദാന്റെ സന്തതികളും മിശ്ര വിവാഹത്തിലൂടെ ഒരു വർഗമായി തീർന്നു എന്ന് കരുതപ്പെടുന്നു. 2 ദദാന്മാരുടെയും സഹോദരന്മാരുടെ പേര് ഷേബ എന്നാണ്. പ്രവചനങ്ങളിൽ ദദാൻ, ദദാന്യർ, ദദാൻ നിവാസികൾ എന്നീ പ്രയോഗങ്ങളുണ്ട്. യെശയ്യാ പ്രവചനം 21:13, യെരമ്യാ പ്രവചനം 25:23, 49:8, യെഹെസ്കേൽ പ്രവചനം 25:13, 27:15, 20, 38:13. ഈ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന അനുമാനങ്ങൾ ഇവയൊക്കെയാണ്. രമയുടെ സന്തതികളായ ദദാന്യർ പേർഷ്യൻ ഉൾക്കടലിൻ്റെ തീരപ്രദേശങ്ങളിൽ പാർപ്പുറപ്പിച്ചു. അവർ കച്ചവടക്കാരായിരുന്നു. യൊക്ശാന്റെ പുത്രന്റെ സന്തതികളായ ദദാന്യർ കൂശ്യ ദദാന്യരുമായുള്ള മിശ്ര വിവാഹത്തിലൂടെ ദദാന്യർ എന്ന പേരിലുള്ള ജനതയ്ക്ക് കാരണമായി. ഇവർ ഈദൂമിയയുടെ തീരങ്ങളിൽ പാർപ്പുറപ്പിച്ചു.